അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ പഠിതാക്കളെ, ഇന്ന് അൽ-ഫീൽ അൽ-മുളാരി വർത്തമാന ഭാവികാല ക്രിയകളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൽ-ഫീൽ അൽ-മാളി, മാളിയായ ക്രിയകൾ, ഭൂതകാല ക്രിയകളെക്കുറിച്ച്, കഴിഞ്ഞകാല ക്രിയകളെക്കുറിച്ച് വിശദമായി നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്, വർത്തമാന ഭാവികാല ക്രിയകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അൽ-ഫീൽ അൽ-മുളാരി, വർത്തമാനകാലത്തോ ഭാവി കാലത്തോ നടക്കുന്ന പ്രവൃത്തിയെ കുറിക്കുന്ന ക്രിയകളെ അൽ-ഫീൽ അൽ-മുളാരി എന്ന് പറയുന്നു. ഈ ഇനത്തിലും 14 ഫീലുകൾ ഉപയോഗിക്കുന്നു. അത് നമുക്ക് വിശദമായി പഠിക്കാം. യഫ്അലു, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും. ഫഅല, പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിന് രണ്ടർത്ഥമാണ് വരുന്നത്. യഖൂലു, പറയുന്നു, പറയും. ഖാല, പറഞ്ഞു. യഖൂലു, പറയുന്നു, പറയും. യൻളുറു, നോക്കുന്നു, നോക്കും. നളറ യൻളുറു, നളറ എന്ന് വെച്ചാൽ നോക്കി. യസ്മഉ, കേൾക്കുന്നു, കേൾക്കും. രണ്ടർത്ഥം വരുന്നുണ്ട്. സെമിഅ, കേട്ടു. യഖ്റഉ, വായിക്കുന്നു, വായിക്കും. ഖറഅ, വായിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാളിയായ ഫീലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് മുളാരിയായ ഫീലിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് മുളാരിയായ ഫീലിന് രൂപം കൊടുക്കുന്നത്? മാളിയായ ഫീലുകളുടെ ആദ്യത്തിൽ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം അധികരിപ്പിച്ചുകൊണ്ടാണ് മുളാരിയായ ഫീല് ഉണ്ടാക്കുന്നത്. ആ അക്ഷരത്തിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. വ്യത്യസ്ത സബ്ജക്റ്റുകളെ, കർത്താവിനെ കുറിക്കുന്നു. യാ, അവൻ, അവർ. താ, നീ, നിങ്ങൾ. ചില 2 സ്ഥലങ്ങളിൽ അവൾ എന്നർത്ഥവും അതിന് വരുന്നുണ്ട്. ഹംസ തുടക്കത്തിൽ വരുമ്പോൾ ഞാൻ, നൂനാണെങ്കിൽ ഞങ്ങൾ. ഈ അക്ഷരങ്ങളെ അഹ്റുഫുൽ മുളാറ എന്നാണ് പറയുന്നത്. ഉദാഹരണം, യഖ്റഉ, അവൻ വായിക്കുന്നു അല്ലെങ്കിൽ അവൻ വായിക്കും. തസ്മഉ, നീ കേൾക്കുന്നു, നീ കേൾക്കും. അഖൂലു, ഞാൻ പറയുന്നു, ഞാൻ പറയും. നസ്മഉ അല്ലെങ്കിൽ നഫ്അലു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കും. ഈ അക്ഷരങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം. നമ്മൾ മലയാളത്തിൽ അവൻ, അവൾ, അവർ, നീ, നിങ്ങൾ, ഞാൻ, ഞങ്ങൾ എന്നീ സബ്ജക്റ്റുകൾ ക്രിയകളുടെ കൂടെ വരുന്നു. നസറ, സഹായിച്ചു. അത് പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ സഹായിക്കും, സഹായിക്കുന്നു. ഇത് അറബി ഭാഷയിലേക്ക് വരുമ്പോൾ ഈ ക്രിയയെ 14 അർത്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഈ കാണുന്ന ഡിസ്പ്ലേ അനുസരിച്ച് നമുക്കത് കാണാവുന്നതാണ്. ഈ 14 അർത്ഥങ്ങളും നേരത്തെ മാളിയായ ഫീലിൽ പഠിച്ച അതേ ക്രമത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പഠനം നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ആദ്യം ഫീൽ ഒന്ന് പരിചയപ്പെടാം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫ്അലു, നഫ്അലു. ഈ 14 ഫീലുകളിൽ ആദ്യത്തെ 6 ഫീലുകൾ മറഞ്ഞു നിൽക്കുന്ന അവൻ, അവൾ, അവർ എന്നീ പ്രയോഗങ്ങളാണ്. അതിൽ തന്നെ 4, 5, 6 ഫീലുകൾ സ്ത്രീകളെ കുറിക്കുന്നതാണ്. പിന്നീട് വരുന്ന 6 ഫീലുകൾ നീ, നിങ്ങൾ, 7 മുതൽ 12 വരെയുള്ള ഫീലുകൾ അഭിസംബോധിത സമൂഹമാണ്. അതിൽ തന്നെ 10, 11, 12 ഫീലുകൾ സ്ത്രീകളെ കുറിക്കാനാണ്. അഫ്അലു, നഫ്അലു എന്നുള്ളത് ഞാൻ, ഞങ്ങൾ. അത് ആൺ എന്ന് പറയുമ്പോൾ അത് ആണിനെ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്കും അതേ ഫീലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നസറ എന്ന ഫീല് വെച്ചുകൊണ്ട് കുറച്ച് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഫീലുകൾ നേരത്തെ കാണിച്ച ബോർഡ് ഉപയോഗപ്പെടുത്തി അത് നിങ്ങളുടെ നോട്ടുകളിലേക്ക് പകർത്തി എഴുതി ഈ ഫീലുകൾ പരിശീലിക്കുന്നത് നല്ലതാണ്.
ഫീല് കൃത്യമായി അതിൻ്റെ ഹർക്കത്തുകൾ വ്യക്തമായി ആദ്യം ചൊല്ലി പഠിക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ പരിശീലിക്കാൻ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും. യഫ്അലാനി അവർ രണ്ടുപേർ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും. യഫ്അലൂന അവർ പ്രവർത്തിക്കുന്നു അവർ പ്രവർത്തിക്കും. പിന്നീട് വരുന്ന 3 സ്ത്രീകളെ കുറിക്കാനാണ്. അവൾ അവർ സ്ത്രീകൾ. തഫ്അലു അവൾ പ്രവർത്തിക്കുന്നു അവൾ പ്രവർത്തിക്കും. തഫ്അലാനി അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും. യഫ്അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും. ഇനി അഭിസംബോധിതരായ ആളുകൾക്കുള്ള 6 ക്രിയകളാണ്. അതിൽ ആണിനെ കുറിക്കുന്ന അല്ലെങ്കിൽ ആണും പെണ്ണും കൂടി കലർന്നു വരുന്ന 3 ഫീലുകളാണ്. തഫ്അൽ അത് ആണിനെ സൂചിപ്പിക്കാനാണ്. നീ പ്രവർത്തിക്കുന്നു നീ പ്രവർത്തിക്കും. പുരുഷനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. തഫ്അലാനി എന്നുള്ളത് നിങ്ങൾ 2 പേർ പ്രവർത്തിക്കുന്നു നിങ്ങൾ 2 പേർ പ്രവർത്തിക്കും. അതിലൊരാൾ ആണാകാം മറ്റൊരാൾ പെണ്ണാകാം. അത് 2 പേർക്ക് പ്രയോഗിക്കുന്നതാണ്. തഫ്അലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺ കൂടി ഉൾക്കൊള്ളുന്ന ക്രിയകളായിരിക്കും. ഇനി പറയുന്ന 3 ഫീലുകൾ തീർത്തും സ്ത്രീകൾക്ക് പരിമിതപ്പെട്ടതാണ്. തഫ്അലീന നീ സ്ത്രീ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും. തഫ്അലാനി നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും. തഫ്അൽന നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കും. ഇനി വരുന്ന 2 ഫീലുകൾ അത് സംസാരിക്കുന്നവരാണ്. അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു. അത് സ്ത്രീ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക, പുരുഷൻ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക. നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൽ ആണും പെണ്ണും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പെണ്ണ് മാത്രം പ്രവർത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുക, ആണിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഇതാണ് മുളാരിയായ 14 ഫീലിൻ്റെ അർത്ഥങ്ങൾ. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ ഫീല് ഒന്നുകൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. യൻസുറു എന്ന് പറഞ്ഞാൽ അവൻ സഹായിക്കുന്നു സഹായിക്കും. യൻസുറാനി അവർ 2 പേർ സഹായിക്കുന്നു സഹായിക്കും. യൻസുറൂന അവർ സഹായിക്കുന്നു സഹായിക്കും. തൻസുറു അവൾ സഹായിക്കുന്നു സഹായിക്കും. തൻസുറാനി അവർ 2 സ്ത്രീകൾ സഹായിക്കുന്നു സഹായിക്കും. യൻസുർന അവർ സ്ത്രീകൾ സഹായിക്കുന്നു സഹായിക്കും. ഇനി അഭിസംബോധിതരാണ്. നീ നിങ്ങൾ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ലാസ്റ്റ് 2 ഫീലുകൾ ഞാൻ സഹായിക്കുന്നു അൻസുറു ഞങ്ങൾ സഹായിക്കുന്നു നൻസുറു. ഇതാണ് മുളാരിയായ ഫീലിൻ്റെ 14 രൂപങ്ങൾ. അതിൻ്റെ അർത്ഥസഹിതം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ 6 ഫീലുകളുടെ അർത്ഥമൊന്ന് നോക്കാം. യൻസുറു എന്ന് പറഞ്ഞാൽ അവൻ സഹായിക്കുന്നു സഹായിക്കും. യൻസുറാനി എന്ന് പറഞ്ഞാൽ അവർ 2 പേർ സഹായിക്കുന്നു സഹായിക്കും. യൻസുറൂനു എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കുന്നു സഹായിക്കും. തൻസുറു അവൾ സഹായിക്കുന്നു സഹായിക്കും. തൻസുറാനി അവർ 2 സ്ത്രീകൾ സഹായിക്കുന്നു. യൻസുർന അവർ സ്ത്രീകൾ സഹായിക്കുന്നു. ഇനി അഭിസംബോധിത സമൂഹം തൻസുറു തൻസുറാനി തൻസുറൂന തൻസുരീന തൻസുറാനി തൻസുർന. തൻസുറു എന്ന് പറഞ്ഞാൽ നീ സഹായിക്കുന്നു. തൻസുറാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേർ സഹായിക്കുന്നു. തൻസുറൂന നിങ്ങൾ സഹായിക്കുന്നു. തൻസുരീന നീ സ്ത്രീനെ അഡ്രസ്സ് ചെയ്താണ് പറയുന്നത്, നീ സഹായിക്കുന്നു. തൻസുറാനി നിങ്ങൾ 2 സ്ത്രീകൾ സഹായിക്കുന്നു. തൻസുർന നിങ്ങൾ സ്ത്രീകൾ സഹായിക്കുന്നു. അൻസുറു എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കുന്നു. നൻസുറു ഞങ്ങൾ സഹായിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഫീലുകൾ ഒന്നുകൂടി വിശദമാക്കി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി
അവൻ പോകുന്നു. വ്യത്യസ്ത ഫീലുകളുടെ അർത്ഥം നമുക്ക് പഠിക്കാം. യദ്ഹബ്, അവർ രണ്ടുപേർ പോകുന്നു. യദ്ഹബാനി, അവർ പോകുന്നു. യദ്ഹബൂന, അവൾ പോകുന്നു. തദ്ഹബ്, അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു. തദ്ഹബാനി, അവർ സ്ത്രീകൾ പോകുന്നു. യദ്ഹബിന, നീ പോകുന്നു. തദ്ഹബ്, നിങ്ങൾ രണ്ടുപേർ പോകുന്നു. തദ്ഹബാനി, നിങ്ങൾ പോകുന്നു. തദ്ഹബൂന, പെണ്ണിനെ അഡ്രസ് ചെയ്ത് പറയുന്നു, നീ പോകുന്നു. തദ്ഹബീന, നിങ്ങൾ രണ്ടുപേർ പോകുന്നു. നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അതിനും തദ്ഹബാനി, നിങ്ങൾ സ്ത്രീകൾ പോകുന്നു. തദ്ഹബിന, ഞാൻ പോകുന്നു. അദ്ഹബു, ഞങ്ങൾ പോകുന്നു. നദ്ഹബ്. ഇപ്പോൾ മുളാരിയായ ഫീലിനെ കുറിച്ച് കുറച്ചുകൂടി ചിത്രം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. ഇത്തരം ഫീലുകളുടെ മുളാരിയായ ഫീലിൻ്റെ അർത്ഥങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരുന്നത് ഒന്ന് പരിശോധിക്കാം. അവൻ എഴുതുന്നു. എങ്ങനെയാണ് പറയാ? യക്തുബ്. അവർ രണ്ടുപേർ പോകും. യദ്ഹബാനി, അവർ വായിക്കുന്നു. യഖ്റഊന, അവൾ ഇരിക്കും. തജ്ലിസു, അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കും. തൻസുറേനി, അവർ സ്ത്രീകൾ കേൾക്കുന്നു. യസ്മഅന, നീ നോക്കുന്നു. തൻദുറു, നിങ്ങൾ രണ്ടുപേർ തിന്നും. തഅകുലാനി, നിങ്ങൾ കളിക്കുന്നു. തൽഅബൂന, നീ സ്ത്രീ പുറപ്പെടും. തഖ്റുജീന, നിങ്ങൾ രണ്ട് സ്ത്രീകൾ വായിക്കുന്നു. തഖ്റആനി, നിങ്ങൾ സ്ത്രീകൾ പോകും. തദ്ഹബിന, ഞാൻ ഇരിക്കുന്നു. അജ്ലിസു, ഞങ്ങൾ സഹായിക്കും. നൻസുറു. ഇതാണ് ക്രിയയുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. ഇനി യൻസുറു എന്നതിൻ്റെ അർത്ഥം. യൻസുറു എന്നാണത് അവൻ സഹായിക്കുന്നു. തൻസുറു, നീ സഹായിക്കുന്നു അല്ലെങ്കിൽ അവൾ സഹായിക്കുന്നു. യൻസുറു ഉന എന്നാണ്, അവൻ സഹായിക്കുന്നു. തൻസുറൂന, നിങ്ങൾ സഹായിക്കുന്നു. തൻസുറാനി, അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കുന്നു. അൻസുറു, ഞാൻ സഹായിക്കുന്നു. ഞങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതിന് നൻസു, അവർ രണ്ടുപേർ സഹായിക്കുന്നു. യൻസുറേനി, അവൾ സഹായിക്കുന്നു. തൻസു, നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കുന്നു. തൻസുറേനി, അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കുന്നു. തൻസുറേനി, നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിക്കുന്നു. തൻസുറൂന. ഇനി ഈ ഖുർആനിലെ ക്രിയകൾ ഒന്ന് പരിശോധിക്കാം. ഖുൽ എന്നത് ക്രിയയാണ്. ലാ അഅബുദു എന്ന ക്രിയയുണ്ട്. അഅബുദു എന്ന ക്രിയ തഅബുദു എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ അഅബുദു എന്ന ക്രിയ കാണാൻ പറ്റും. കൂടാതെ അബത്തും എന്ന ക്രിയയും നമുക്ക് കാണാൻ പറ്റും. ഖുൽ അമ്രു ഫീലാണ്. അഅബുദു തഅബുദൂന അബ്ദു മുളാരിയാണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ്. ഖുൽ, നീ പറയുക. ലാ അഅബുദു, ഞാൻ ആരാധിക്കുന്നില്ല. തഅബുദു, നിങ്ങൾ ആരാധിക്കുന്നു. അഅബുദു, ഞാൻ ആരാധിക്കുന്നു. അബത്തും, നിങ്ങൾ ആരാധിച്ചു. ഇതിൽ അമ്രുണ്ട്, മുളാരിയുണ്ട്, മാദിയായ ഫീലുണ്ട്. മാദിയായ ഫീല് നേരത്തെ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ മുളാരിയായ ഫീല് പരിശോധിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അമ്രു ഫീല് പരിശോധിക്കും. ഈ സൂറത്തിലും നമുക്ക് ഫീലുകൾ കാണാം. ജാഅ, റഅയ്ത, യദ്ഖുലൂന, സബ്ബിഹ്, ഇസ്തഗ്ഫിർ, കാന. ഇതിൽ മാദിയായ ഫീലുണ്ട്, മുളാരിയായ ഫീലുണ്ട്, അമ്രു ഫീലുണ്ട്. ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാവുന്നതാണ്. ജാഅ നസ്റുൻ, സഹായം വന്നു. റഅയ്ത, നീ കണ്ടു. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നു. സബ്ബിഹ്, നീ വാഴ്ത്തുക. ഇസ്തഗ്ഫിർ, നീ പാപമോചനം തേടുക. കാന, നീയായി. ഇത്രയും കാര്യങ്ങളാണ് മുളാരിയായ ഫീലുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്.